ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്ത്യയിൽ അങ്ങനെ വീണ്ടും മറ്റൊരു ഇലക്ട്രിക് മൈക്രോ വാഹനം ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വണ്ടിയുടെ ആദ്യത്തെ ഡിസൈൻസ് ഇതിൻ്റെയൊക്കെ ലീക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വലിയ വണ്ടിയാണെന്ന് തോന്നും. ഇതൊരു ട്രക്കിന്, അതായത് ഒരു പിക്കപ്പിനകത്ത് കൊണ്ടുവന്നാണ് കണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സ്പൈ ഷോട്ട്. ARAI ഇതിൻ്റെ ഹോമോലഗേഷൻ അനുസരിച്ച് ഓൺ ടെസ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അല്ല. എന്തായാലും ഇപ്പോൾ കണ്ടിരിക്കുന്ന ഈ വാഹനം ലിജിയർ എന്ന് പറയുന്നത്, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. അവരുടെ മൈലി എന്ന് പറയുന്ന വാഹനമാണ്. നമ്മളിപ്പോൾ ഈ കോമ്പാക്റ്റ് ഇലക്ട്രിക് മൈക്രോ വാഹനങ്ങളെ പറ്റി ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ വേവ് മൊബിലിറ്റിയുടെ ഇവ എന്ന് പറഞ്ഞൊരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അത് ഭയങ്കര നാരോ ആയിട്ടുള്ള വണ്ടിയാണ്. റൂഫിൽ സോളാർ പാനലൊക്കെ വെച്ച് വരുന്ന വണ്ടിയാണ്. ഇതെന്തായാലും സോളാർ പാനലൊന്നും ഇല്ല, പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഒരു വാഹനമാണിത്. ഇതിപ്പോൾ 2024 ലാസ്റ്റ് മാത്രമല്ല, അതിന് മുന്നേ 2023 പകുതിയൊക്കെ ആയപ്പം ആ സമയത്തും ഈ വാഹനം അവർ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യയിൽ വീണ്ടും കണ്ടിരിക്കുന്നത്. ഡിസൈനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഫാക്ടറിൽ വരുന്ന വണ്ടിയാണ്. ഫ്രണ്ടിൽ വളരെ സിമ്പിൾ ഡിസൈനാണ്. നമുക്ക് റൗണ്ട് ഹെഡ് ലാമ്പ്സ് ആണ് കിട്ടുന്നത്. LED DRLസും അതുപോലെ LED ഹെഡ്ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഗ്രില്ലും സംഭവങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബമ്പറൊന്നും അങ്ങനെ പെയിൻറ്റഡ് ഒന്നും അല്ല, നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കിട്ടുന്നത്. ഒരു ചെറിയ ക്രോസ് ഓവർ SUV ഒക്കെ ലുക്ക് കൊടുക്കാനായിട്ട് ഒരു നല്ല തിക്കായിട്ടുള്ള സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മെയിനായിട്ട് കളർ ചെയ്യാതിരിക്കാനുള്ള ഒരു കോസ്റ്റ് കട്ടിങ് മെഷറാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 15 ഇഞ്ച് അലോയ് വീൽസ് ആണ്. പക്ഷേ അത് ഈ വാഹനത്തിനകത്ത് 4 വേരിയൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ബേസിക് ട്രിമ്മിൽ 13 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുള്ളൂ. അതിൻ്റെ തൊട്ടുമുള്ള സെക്കൻഡ് ബേസിൽ 14 ഇഞ്ച് അലോയ് വീൽസ്, ടോപ്പ് ആൻഡ് 2 വേരിയൻസിൽ നമുക്ക് 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. അതിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇതിൻ്റെ സെക്കൻഡ് ടോപ്പ് വേരിയൻ്റായ എപ്പിക് എന്ന് പറഞ്ഞ മോഡലാണ്. കാരണം ഡിസൈനൊക്കെ ഏകദേശം അതുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് പറയാം. പിന്നെ ഇതൊരു 2 ഡോർ വാഹനമാണ്, ഓർ 3 ഡോർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബൂട്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ഗ്ലാസ് ബൂട്ടാണ്. അഗൈൻ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ഡോറ് അത്യാവശ്യം വലുപ്പമുണ്ട്. പക്ഷേ കൊമറ്റിൻ്റെ അത്രയൊന്നും നീളമുള്ള ഡോറല്ല ഈ വാഹനത്തിൽ വരുന്നത്. കാരണം ഇതിപ്പോൾ ഇൻ്റർനാഷണലി അവരൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള 2 സീറ്റർ വാഹനമായിട്ടാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയ നീളമുള്ള അല്ലെങ്കിൽ വീതിയുള്ള ഡോറിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇത് ഇന്ത്യയിലേക്ക് ഒരു 2 സീറ്റർ വാഹനമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ വർക്കാവും എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നമുക്കൊരു ഗ്ലാസ് പാനലാണ് വരുന്നത്. മൊത്തത്തിൽ നമ്മുടെ പഴയ ബ്രിയോയിലൊക്കെ വന്ന പോലെ. ആൻഡ് അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ അവർ നമുക്ക് വിസിബിളായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു ബ്ലാക്ക് കവറിങ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വണ്ടിയിൽ അവർ കറക്റ്റ് ബോഡി കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. പക്ഷേ എല്ലാ വണ്ടികളിലും അങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഫുൾ ബ്ലാക്ക് ആയിട്ട് തന്നെ ആയിരിക്കും അവർ വിട്ടിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് ബാക്കിലും LED ടൈൽ ലാമ്പ്സ് ഒക്കെ അവൈലബിൾ ആണ്. അഗൈൻ റിയർ ബമ്പറും ഇതിൻ്റെ അകത്ത് പെയിൻറ്റഡ് ഫിനിഷിലല്ല കിട്ടുന്നത്. ഇനി 2 സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണലി ഇതിൻ്റെ അകത്ത് നല്ല ഹൈ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. 459 ലിറ്റേഴ്സിൻ്റെ ഒരു കാർഗോ സ്പേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇന്ത്യക്കാർക്ക് ആ ഒരു അഡീഷണൽ ബൂട്ട് സ്പേസിലും കൂടുതൽ ഇത്രയും ചെറിയ വാഹനത്തിൽ നമ്മൾ പ്രാക്ടിക്കാലിറ്റി ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സീറ്റർ എന്ന് പറയുന്നതിലും എന്തുകൊണ്ടും 4 സീറ്റർ വാഹനം തന്നെ വർക്കൗട്ട് ആവുകയുള്ളൂ. ഇപ്പോൾ MG Comet ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പക്ഷേ ആവശ്യമുള്ള സാധനങ്ങൾ ബാക്കിലത്തെ സീറ്റിൽ വെക്കുക എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അല്ലാതെ ആ വണ്ടിയും കൊണ്ട് ആരും ഇപ്പോൾ 230 കിലോമീറ്റേഴ്സ് ഓടും എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് 200 കിലോമീറ്റേഴ്സൊക്കെ വരുന്ന ഒരു ഒറ്റ ട്രിപ്പിനാരും പോകാറില്ല. വളരെ ഒരു ഷോർട്ട് ആയിട്ടുള്ള നമ്മുടെ സിറ്റി ട്രാഫിക് അല്ലെങ്കിൽ സിറ്റി ട്രിപ്പിനാണ് ആ വണ്ടി കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ സിറ്റി ട്രിപ്പിന് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം 3-4 പേരുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ 2 പേരൻസ് അതുപോലെ 2 കുട്ടികളൊക്കെ വരുന്ന ഒരു ഫാമിലിയിൽ ഇപ്പോൾ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പുറത്തു പോകണം അല്ലെങ്കിൽ ഒന്ന് ഫുഡ് കഴിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വലിയ വണ്ടി എടുത്ത് പോകാതെ ട്രാഫിക്കിലൂടെയൊക്കെ പോയി ചെറിയ വണ്ടി എടുത്ത് പോകണമെങ്കിൽ നമുക്ക് 4 സീറ്റ് വേണം. അതുകൊണ്ട് പ്രാക്ടിക്കാലിറ്റി ഭയങ്കരമായിട്ട് ഇതിനകത്ത് മോശമാവുന്നുണ്ട്. ഡയമെൻഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 3 മീറ്റേഴ്സിന് താഴെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. 2958 മില്ലിമീറ്റേഴ്സ് ആണ്. വിഡ്ത്ത് ആണെങ്കിലും 1.5 മീറ്റേഴ്സിനടുത്താണ് വരുന്നത്, അതായത് 1499 മില്ലിമീറ്റേഴ്സ്. ഹൈറ്റ് 1.54 മീറ്റേഴ്സ് ആണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കൊമറ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. സോ അത് വലിയ കുഴപ്പമില്ല. പക്ഷേ 2 സീറ്റിൻ്റെ കുറവാണുള്ളത്. ഇവർ ഈ വണ്ടി ഇന്ത്യയിൽ ഇറക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 4 സീറ്റർ ആയിട്ട് തന്നെ ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ഡാഷ്ബോർഡ് ലേഔട്ടിൻ്റെ ഡിസൈനൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ലേഔട്ടാണ്. പിന്നെ കുറച്ചൊക്കെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. നടുവിൽ 10 ഇഞ്ച് സൈസ് വരുന്ന ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ ബേസിക് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ AC അവൈലബിൾ ആണ്. പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ ചില സ്ഥലങ്ങളിൽ ഈ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റ് ഹീറ്റഡ് ആണ്. അതിപ്പം ഇന്ത്യയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അവർ കൊടുത്താൽ തന്നെ അതാരും ഉപയോഗിക്കാനും പോകുന്നില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഇന്ത്യയിൽ അങ്ങനെയാണ്, ഹീറ്റഡ് സീറ്റ്സിൻ്റെ ആവശ്യമില്ല.
പിന്നെ സെൻട്രൽ ലോക്കിംഗ്, 4 പവർ വിൻഡോ ആൻഡ് ഈവൻ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 4 ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. സോ ആ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നുമില്ല. സാധാരണ നമ്മുടെ കീ ഫോബ് വെച്ച്, അതായത് കീ ഇട്ട് തിരിച്ചാണ് വണ്ടി ഓൺ ആക്കുന്നത്. സ്റ്റാർട്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് ഇലക്ട്രിക് ആയതുകൊണ്ട് സ്റ്റാർട്ടാക്കാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന പോലെ വളരെ ചെറിയ സൈസ് വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് റെജിസ്റ്ററും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്, പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും ഇല്ല. സ്പീഡ്, ഓടോ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഫീച്ചേഴ്സിൽ പറയാനുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതിൻ്റെ ബാറ്ററി കൺഫിഗറേഷനും അതുപോലെ പവറും ഒക്കെയാണ്. ഈ വണ്ടി ഇൻ്റർനാഷണലി 3 ബാറ്ററി ഓപ്ഷൻസിലാണ് വരുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള 2 വേരിയൻസിലും ഒരു 4.14 kWh ബാറ്ററി പാക്കാണ് ലഭിക്കുന്നത്. അത് വളരെ കുറവാണ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ക്ലെയിംഡ് റേഞ്ച് ജസ്റ്റ് 63 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് റിയൽ ലൈഫിൽ 50 കിലോമീറ്റേഴ്സൊക്കെ ഓടിയെന്ന് പറയാം. ഈ 4.14 kWh എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോഴത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ കിട്ടുന്ന ബാറ്ററിയുടെ സൈസാണ്. അതുകൊണ്ട് അത് വളരെ ചെറുതാണ്. പിന്നെ അതിന് മുകളിലേക്ക് 2 വേരിയൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് സെക്കൻഡ് ബേസും അതുപോലെ സെക്കൻഡ് ടോപ്പും വേരിയൻസിൽ നമുക്ക് ഓപ്ഷണലായിട്ട്, അതായത് സെക്കൻഡ് ടോപ്പിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു 8.28 kWh ബാറ്ററി പാക്കാണ് ലഭിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ബേസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷണലായിട്ടാണ് 8.28 kWh ബാറ്ററി പാക്ക് ലഭിക്കുന്നത്. കാരണം ബേസിക് വേരിയൻ്റ് ആയിട്ട് 4.14 തന്നെ ലഭിക്കുന്നുള്ളൂ. പക്ഷേ 8.28 kWh ബാറ്ററി പാക്ക് എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ഹൈ റേഞ്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് 123 കിലോമീറ്റേഴ്സാണ് അതിൻ്റെയും ക്ലെയിംഡ് റേഞ്ച് വരുന്നത്. ഇനി ഇതിനൊക്കെ പുറമെയാണ് ഇവരുടെ ടോപ്പ് ആൻഡ് 2 വേരിയൻസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ എപ്പിക്കും റിബലും 2 വേരിയൻസിൽ നമുക്ക് എക്സ്റ്റൻഡ് റേഞ്ച് എന്ന് പറയുന്ന 12.42 kWh ബാറ്ററി പാക്ക് വരുന്ന ഒരു ഓപ്ഷനും കൂടെ കിട്ടുന്നത്. അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് അത്യാവശ്യമുണ്ട്, 192 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ 12.42 kWh എന്ന് പറഞ്ഞാലും നമ്മുടെ കൊമറ്റിൻ്റെ ഒന്നും സൈസ് എത്തിയിട്ടില്ല. കൊമറ്റിൽ നമുക്ക് 17.3 kWh ബാറ്ററി പാക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 230 കിലോമീറ്റേഴ്സിന് ക്ലെയിംഡ് റേഞ്ച് ഉണ്ട്. ആൻഡ് നോർമൽ കേസിൽ ആൾക്കാർക്ക് 150 to 200 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ റിയൽ ലൈഫ് റേഞ്ചും കിട്ടുന്നുണ്ട്. ഈ വണ്ടിയിൽ നമുക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആകെപ്പാട് ഒരു അഡ്വാൻറ്റേജ് പറയാൻ പറ്റുന്നതിൻ്റെ വെയിറ്റാണ്. വെയിറ്റൊക്കെ വളരെ കുറവാണ്. ഏത് വേരിയൻ്റ് എടുത്താലും 425 കിലോയ്ക്ക് മുകളിലൊന്നും പോകുന്നില്ല. സ്റ്റാർട്ടിംഗ് മോഡൽ ആകെപ്പാട് 370 കിലോയുടെ അടുത്തേ ഉള്ളൂ. ടോപ്പ് എൻഡാണ് ഈ പറയുന്ന 425 കിലോസിൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ഇതിന് ഒരുപാട് പവറൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ജസ്റ്റ് ഈ 7.7 PS അടുത്ത് പവറേ ഉള്ളൂ. അതുപോലെ 12.2 ന്യൂട്ടൺ മീറ്റേഴ്സിന് അടുത്താണ് ടോർക്ക് വരുന്നത്. സോ ആക്സിലറേഷനൊക്കെ ഇനീഷ്യൽ ടോർക്ക് അത്യാവശ്യം ഉണ്ടാവുമെങ്കിലും ഒരുപാട് അങ്ങനെ സ്പീഡിൽ പോകുന്ന വണ്ടിയൊന്നും അല്ല ഇത്. നമുക്ക് ഒരു മിനിമം സ്പീഡൊക്കെ വെച്ച് ഇതിനകത്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ കമ്പനിയെ പറ്റി പറയാനാണെങ്കിൽ ഈ ലിജിയറോർ ഫ്രഞ്ച് കമ്പനി, ഈ കമ്പനി ഒരു പുതിയ കമ്പനിയൊന്നുമല്ല. 1976 മുതൽ 1996 വരെ ഇവർ നമ്മുടെ ഫോർമുല 1 റേസിംഗിൽ അതുപോലെ ഈവൻ ലെമാൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അതായത് മോട്ടോർ സ്പോർട്ട് ഇവൻസിലൊക്കെ ഇവർ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. ഇനി ഇവർ ഈ ചെറിയ വണ്ടികൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തൊന്നും അല്ല. 1980s മുതൽ ഇവർ ചെറിയ വണ്ടികൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ, മൈക്രോ ഇലക്ട്രിക് വാഹനങ്ങൾ, കോമ്പാക്റ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, ഇതൊക്കെയാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്ന് മാത്രം. ഇനി ഈ ഒരു കമ്പനിയുടെ ചരിത്രം പോരാണോ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത്രയും മീഡിയോക്കർ സ്പെക്സ് വെച്ച് ഈ വണ്ടി ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ആരെങ്കിലുമൊക്കെ വാങ്ങുമെന്ന്. അല്ലെങ്കിൽ പിന്നെ പ്രൈസ് അത്രയും കുറവായിരിക്കും. 5 lakhsലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷേ അത് അറിയണമെങ്കിൽ അവർ ഇന്ത്യയിൽ ഈ വണ്ടി ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. അതിനൊന്നും സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരാനാണെങ്കിൽ അവർ ഈ വണ്ടിയിൽ നന്നായിട്ടൊന്ന് റീവർക്ക് ചെയ്ത് പണിയെടുക്കേണ്ടി വരും. അത് ചെയ്യുമായിരിക്കും അവർക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ. കാരണം ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ഡ്രൈവിൻ്റെ ടെസ്റ്റിംഗ് ഇതൊക്കെ വന്നാലേ നമുക്ക് 1 വർഷത്തിനുള്ളിലെങ്കിലും വണ്ടി ഇറങ്ങുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്തായാലും 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവർക്ക് ഇറക്കാം. അതും ഇറക്കണോ വേണ്ടോ എന്നുള്ളതും കമ്പനിയുടെ തീരുമാനമാണ്. വേണേ അവർക്ക് ഇറക്കാതെ ഇരിക്കാം. എന്തായാലും ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് ഏതായാലും നല്ല ആക്സസറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്താൽ മതി. ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോസിൻ്റെ ലൈക്കുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് അതെന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.